നിങ്ങൾക്കറിയാമോ ദൈവം തൻ്റെ മുദ്രമോതിരം മാറ്റിയ കഥ? ദൈവത്തിൻ്റെ കയ്യിലെ മുദ്രമോതിരമാകാൻ അവസരമുണ്ടായിരുന്ന ആളായിരുന്നു യഹൂദ രാജാവായ യെഹോയാക്കീൻ അഥവാ കൊന്യാവ്. 18-ാം വയസ്സിൽ സിംഹാസനത്തിലെത്തിയ യെഹോയാക്കീൻ യഹോവയ്ക്ക് അനിഷ്ടമായിട്ടുള്ളത് തന്നെ ചെയ്തു. ഇതേ കാരണങ്ങളാൽ ദൈവം യെഹോയാക്കീനിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും അവന്റെ തലമുറയിൽ ആരും ഇനി യഹൂദയുടെ സിംഹാസനത്തിൽ ഇരിക്കില്ലെന്ന് കൽപ്പിക്കുകയും ചെയ്തു. പിന്നീട് പ്രവാസത്തിൽ ജനിച്ച സെരുബാബേലിനെ ദൈവം തന്റെ കയ്യിലെ മുദ്രമോതിരമാക്കാൻ തീരുമാനിച്ചു. സെരുബാബേൽ ദാവീദിന്റെ തലമുറയിൽ ജനിച്ചവനാണെങ്കിലും യെഹോയാക്കീനിന്റെ തലമുറയിൽ ജനിച്ചവനായിരുന്നില്ല. ആ സെരുബാബേലിനെ ദൈവം തന്റെ കയ്യിലെ മുദ്രമോതിരമായി തിരഞ്ഞെടുക്കുകയും ദാവീദിന്റെ സിംഹാസനത്തിന്റെ അവകാശിയാക്കി തീർക്കുകയും ചെയ്തു. ദാവീദിന് ശേഷം രണ്ടായി തിരിഞ്ഞ യേശുക്രിസ്തുവിന്റെ വംശാവലികളിൽ സിംഹാസനത്തെയും രക്തബന്ധങ്ങളെയും ഒന്നിച്ചു ചേർത്തത് ദൈവം തന്റെ മുദ്രമോതിരമായി തിരഞ്ഞെടുത്ത ഈ സെരുബാബേലിലൂടെയാണ്.